എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട ഈ സ്പെഷ്യൽ വീഡിയോയിലേക്ക് സ്വാഗതം. കീം എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന കുട്ടികൾ എന്തൊക്കെ പഠിക്കണം, എങ്ങനെ പഠിക്കണം, ക്വസ്റ്റ്യൻ പാറ്റേൺ എന്താണ്, ഓരോ ചാപ്റ്ററിന്റെയും വെയിറ്റേജ് എന്താണ്, ക്വസ്റ്റ്യന്റെ നിലവാരം എങ്ങനെയായിരിക്കും തുടങ്ങിയ കാര്യങ്ങൾ ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം തന്നെ കുസാറ്റ്, CUET, അമൃത യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടുന്നതിന് വേണ്ടിയുള്ള എൻട്രൻസ് എക്സാമിനേഷന്റെ സിലബസ് എന്താണ്, അതിനെങ്ങനെ തയ്യാറെടുക്കണം തുടങ്ങിയ കാര്യങ്ങളും ഈ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നു. അതോടൊപ്പം ഈ സിലബസ് ഡിസ്കസ് ചെയ്യുന്ന പ്ലേലിസ്റ്റ് എന്ത് എന്ന സൂചനയും ഈ വീഡിയോയിൽ കൂടെ നൽകുന്നതാണ്. സോ തീർച്ചയായും കേരളത്തിൽ എഞ്ചിനീയറിംഗ് കോളേജുകളിൽ അഡ്മിഷൻ നേടാൻ തീർച്ചയായിട്ടും നിങ്ങൾ കീം എൻട്രൻസ് എക്സാമിനേഷൻ എഴുതേണ്ടതുണ്ട്. ഈ മാസം 24-ാം തീയതി മുതൽ 28-ാം തീയതി വരെയുള്ള വ്യത്യസ്ത ദിവസങ്ങളിലായിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത്. കഴിഞ്ഞ വർഷം മുതൽ പുതിയ രീതിയിലാണ് എൻട്രൻസ് എക്സാമിനേഷൻ സംഘടിപ്പിക്കുന്നത്. ഓൺലൈൻ എക്സാം ആണ്. പണ്ടത്തെ പോലെ ബബിൾ ചെയ്യുന്ന കറുപ്പിക്കുന്ന പരിപാടിയൊന്നുമില്ല. ജസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കുക, ആൻസർ ടിക്ക് ചെയ്ത് പോകുന്ന പരിപാടിയാണ്. സമയം ലാഭമാണ്. ക്വസ്റ്റ്യൻ പാറ്റേൺ നിങ്ങൾക്കറിയാം എന്ന് വിശ്വസിക്കുന്നു. എൻട്രൻസ് എക്സാമിനേഷൻ, പ്രത്യേകിച്ച് എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതുന്ന കുട്ടികൾ 150 ക്വസ്റ്റ്യൻ ആണ് ആൻസർ ചെയ്യേണ്ടത്. ഒരൊറ്റ പേപ്പർ മാത്രമേ ഇപ്പോഴുള്ളൂ. 3 hours ആണ് ടൈം ഡ്യൂറേഷൻ. 45 ക്വസ്റ്റ്യൻ ഫിസിക്സ് സബ്ജക്റ്റിൽ നിന്നും 30 ക്വസ്റ്റ്യൻ കെമിസ്ട്രി സബ്ജക്റ്റിൽ നിന്നും ചോദിക്കും. അങ്ങനെ 75 ക്വസ്റ്റ്യൻ. റിമൈനിങ് 75 ക്വസ്റ്റ്യൻസ് മാത്തമെറ്റിക്സിൽ നിന്നാണ്. ഈ 150 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യാൻ നിങ്ങൾക്ക് കിട്ടുന്ന സമയം 180 മിനിറ്റ്സ്. 1 മിനിറ്റിൽ കൂടുതൽ സമയമുണ്ട്. പണ്ട് കാലങ്ങളിൽ അങ്ങനെയല്ലായിരുന്നു. പിന്നെ ബബിൾ ചെയ്യാനുള്ള സമയനഷ്ടമൊക്കെ ഇപ്പോൾ നമുക്ക് നേട്ടമാണ്. പെട്ടെന്ന് നമുക്ക് ടിക്ക് ചെയ്ത് പോകാൻ സാധിക്കും. ഓരോ ക്വസ്റ്റ്യനും 5 ഓപ്ഷൻസ് കാണും. ഏറ്റവും കറക്റ്റ് ആയിട്ടുള്ള ഓപ്ഷൻ നമ്മൾ ചൂസ് ചെയ്യണം. കറക്റ്റ് ആൻസറിന് 4 മാർക്ക്, തെറ്റിയാൽ നെഗറ്റീവ് മാർക്ക് ഉണ്ട്, 1 മാർക്ക് പോകും. അപ്പോൾ കൃത്യമായി ആൻസർ അറിയാമെങ്കിൽ മാത്രം കൃത്യമായി ആൻസർ ചെയ്തു പോവുക. കറക്കി കുത്തിയാൽ ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ കിട്ടൂല. അത് ഭാഗ്യം പോലെ ഇരിക്കും. എന്തായാലും പഠിച്ച് ഭംഗിയായിട്ട് എൻട്രൻസ് എക്സാമിനേഷൻ എഴുതണമെങ്കിൽ കൃത്യമായ ഒരു സ്റ്റഡി പ്ലാൻ നടത്തേണ്ടതുണ്ട്. വളരെ പരിമിതമായ ദിവസങ്ങൾ മാത്രമേ നിങ്ങൾക്ക് മുന്നിലുള്ളൂ. ഇത്രയും നേരത്തെ വളരെ അപൂർവമായിട്ടാണ് എൻട്രൻസ് എക്സാമിനേഷൻ നടത്തുന്നത്. ഏപ്രിൽ 24 മുതൽ 28 വരെ, ജസ്റ്റ് 25 days only. ഈ 25 ദിവസം കൊണ്ട് ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്റ്റാണ് എഞ്ചിനീയറിംഗ് സബ്ജക്റ്റിന് വേണ്ടി തയ്യാറെടുക്കുന്ന കുട്ടികൾ പ്രാക്ടീസ് ചെയ്യേണ്ടത്. ഇവിടെ മാത്തമെറ്റിക്സ് സബ്ജക്റ്റിൽ എന്താണ് സിലബസ്, NCERT ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത, അതായത് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന പോർഷൻസ്, ഡിലീറ്റഡ് പോർഷൻസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും ഡിസ്കസ് ചെയ്യുന്നു. തീർച്ചയായും 95%, 95% പോർഷനും നിങ്ങൾ പഠിച്ചത് തന്നെയാണ്. +1-ലും +2-ലും പഠിച്ച അതേ സിലബസ് തന്നെയാണ്. എന്നാൽ 5% പോർഷൻ പഴയ സിലബസിൽ നിന്ന് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ഡിലീറ്റഡ് പോർഷൻ കുറച്ച് ഉണ്ട് എന്നുള്ളതാണ്. ആ ഡിലീറ്റഡ് പോർഷൻ എന്തൊക്കെയാണെന്ന് ആദ്യം മനസ്സിലാക്കുക. അത് ആദ്യം സിലബസ് ഭംഗിയായി മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം നിങ്ങൾ തീർച്ചയായിട്ടും നിങ്ങൾ +1-ലും +2-ലും പഠിച്ച സിലബസ് ഒന്നുകൂടെ റിവൈസ് ചെയ്യുക. ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻ പ്രാക്ടീസ് ചെയ്ത് പഠിക്കുക. സ്പീഡിൽ ആൻസർ ചെയ്യുക. ആക്യുറസി ഉണ്ടാകണം. ഇതിനുവേണ്ടി എന്ത് ചെയ്യണം? കണ്ടിന്യൂസ് ആയിട്ട് പ്രാക്ടീസ് ചെയ്യുക. പ്രാക്ടീസ് ചെയ്യുക. പ്രോബ്ലംസ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യുക. അല്ലാതെ എളുപ്പ വഴികൾ ഒന്നും തന്നെ ഇല്ല. ഈ വർഷത്തെ എഞ്ചിനീയറിംഗ് എൻട്രൻസ് എക്സാമിനേഷൻ, കീം എക്സാമിനേഷന് മാത്തമെറ്റിക്സ് സബ്ജക്റ്റിന്റെ സിലബസും ഓരോ പോർഷന്റെ വെയിറ്റേജുമാണ് നമ്മൾ ആദ്യം സൂചിപ്പിക്കുന്നത്. 5 യൂണിറ്റ് ആയിട്ട് നമ്മുടെ സിലബസിനെ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. യൂണിറ്റ് 1 എന്ന് പറയുന്നത് ഓൾജിബ്ര. അതിനകത്ത് സെറ്റ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, അതായത് +1-ലെ ആദ്യത്തെ 2 ചാപ്റ്റർ, +2-ലെ ഫസ്റ്റ് ചാപ്റ്റർ, ഈ 3 ചാപ്റ്ററുമാണ് കംപ്ലീറ്റ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഏറ്റവും പുതിയ ടെക്സ്റ്റ് ബുക്കിലെ പോർഷൻ പഠിച്ചാൽ മതി. അതിൽ എക്സ്ട്രാ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിൽ ഇല്ലാത്ത ഒരു ചെറിയ സാധനം, ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ്, അത് എക്സ്ട്രാ ആഡ് ചെയ്തിട്ടുണ്ട്. പഴയ ടെക്സ്റ്റ് ബുക്കുകളിലുണ്ട്, നമ്മുടെ പ്ലേലിസ്റ്റിൽ അത് ചെയ്തിട്ടുണ്ട്. അപ്ഡേറ്റ് ചെയ്ത പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ്, കാർഡിനാലിറ്റിയുമായി ബന്ധപ്പെട്ട അതിൻ്റെ കുറച്ച് വേർഡ് പ്രോബ്ലംസ് സെറ്റുമായി ബന്ധപ്പെട്ടത് ഈ യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. സോ ആദ്യത്തെ യൂണിറ്റിലെ ആദ്യത്തെ മൊഡ്യൂളിൽ നമുക്ക് പഠിക്കാനുള്ളത് സെറ്റ്, റിലേഷൻ, ഫംഗ്ഷൻ. ഫസ്റ്റ് ഇയറിലെ ആദ്യത്തെ 2 ചാപ്റ്റർ, സെക്കൻഡ് ഇയറിലെ ഫസ്റ്റ് ചാപ്റ്റർ, ഒപ്പം ആപ്ലിക്കേഷൻ ഓഫ് സെറ്റ്സ് കൂടെ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആദ്യത്തെ യൂണിറ്റിലെ ഫസ്റ്റ് മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കും. ഈ യൂണിറ്റിൽ നിന്ന് അല്ലെങ്കിൽ ഈ മൊഡ്യൂളിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത്. അതായത് ഈ 3 ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻ, 5x4 20 മാർക്സ് സ്കോർ ചെയ്യാൻ സാധിക്കും. ടോട്ടൽ 300 മാർക്സിനാണ് എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. 75 ക്വസ്റ്റ്യൻ ഫിസിക്സ്, കെമിസ്ട്രി ആയി, 75 ക്വസ്റ്റ്യൻ മാത്തമെറ്റിക്സ് ആണ്. 75 × 4 അല്ലേ, 300 മാർക്സിനാണ് മാത്തമെറ്റിക്സ്. മറ്റതും എന്താണ്, 75 × 4 300. മൊത്തം 600 മാർക്സിനാണ് നമ്മുടെ എൻട്രൻസ് എക്സാമിനേഷന്റെ ടോട്ടൽ മാർക്ക്. അതിൽ മാത്തമെറ്റിക്സ് 300 മാർക്സിനാണ്. ഓക്കെ, നെക്സ്റ്റ് ഫസ്റ്റ് യൂണിറ്റിലെ സെക്കൻഡ് പോർഷൻ കോംപ്ലക്സ് നമ്പേഴ്സ്.
+1 വളരെ ചെറിയ ചാപ്റ്ററാണ്, വളരെ കുറച്ച് വെയിറ്റേജ് ഉണ്ടായിരുന്നുള്ളൂ. എന്നാൽ എൻട്രൻസ് എക്സാമിനേഷന് ആ ചാപ്റ്ററിൽ നിന്ന് 5 ക്വസ്റ്റ്യൻസ് ചോദിക്കും. നല്ല വെയിറ്റേജ് ഉള്ള ചാപ്റ്ററാണ്. ഈ വെയിറ്റേജ് മനസ്സിലാക്കി വേണം പഠിക്കാൻ. മറ്റേ 3 ചാപ്റ്റർ പഠിച്ചാൽ 5 ക്വസ്റ്റ്യനേ ഉള്ളൂ. ഇവിടെ എന്താണ്, ജസ്റ്റ് ഒരു ചെറിയ ചാപ്റ്റർ പഠിച്ചാൽ 5 ക്വസ്റ്റ്യൻ കിട്ടും. കോംപ്ലക്സ് നമ്പറിന്റെ കുറച്ച് ഡിഫിക്കൽട്ടി ലെവലുള്ള ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്താൽ 5 ക്വസ്റ്റ്യനും ആൻസർ ചെയ്യാം. ടെക്സ്റ്റിലില്ലാത്ത ഒന്നും നിങ്ങൾ പഠിക്കേണ്ട. ലേറ്റസ്റ്റ് സിലബസ് ബേസ് ചെയ്തിട്ടുള്ള സിലബസ് മാത്രം പഠിച്ചാൽ മതി. നെക്സ്റ്റ് സീക്വൻസസ് ആൻഡ് സീരീസ്. ജോമെട്രിക് പ്രോഗ്രഷൻ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ. ജോമെട്രിക് മീൻ, അരിത്തമെറ്റിക് മീൻ, അവ തമ്മിലുള്ള റിലേഷൻഷിപ്പ് അതുകൂടെ നോക്കുക. വേറെ ഒന്നും തന്നെ ഇല്ല. അതൊക്കെ നമ്മുടെ പുതിയ ടെക്സ്റ്റ് ബുക്കിലുണ്ട്. 3 ക്വസ്റ്റ്യൻസ് ആണ് ആ മൊഡ്യൂളിന്റെ വെയിറ്റേജ്, ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. സീക്വൻസസ് ആൻഡ് സീരീസ്. നെക്സ്റ്റ് പെർമ്യൂട്ടേഷൻ, കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം. ഒന്നും പുതുതായിട്ട് പഠിക്കേണ്ട, എങ്കിലും ബൈനോമിയൽ തിയറത്തിൽ ഒരു സംഗതി പഠിക്കണം. പറയാം, പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ ഈ ചാപ്റ്റർ +1 പഠിച്ച ചാപ്റ്റർ ഫുള്ള് പഠിക്കുക. ഒപ്പം ബൈനോമിയൽ തിയറം +1 ഡിലീറ്റഡ് പോർഷൻസ് ആയിരുന്നു. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ തിയറം, മിഡിൽ ടേം, കോഎഫിഷ്യന്റ് ഓഫ് സംതിങ് കാണുന്ന പ്രോബ്ലംസ് നമുക്ക് സിലബസിൽ പഠിക്കാനില്ല, അത് ഇവിടെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. നോട്ട് ദ പോയിന്റ്. പ്രോപ്പർട്ടീസ് ഓഫ് ബൈനോമിയൽ തിയറം എക്സ്ട്രാ പോർഷൻ സിലബസിൽ ഇല്ലാത്തത് ഇവിടെ കീം എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കും, അത് പഠിക്കുക. പെർമ്യൂട്ടേഷൻ ആൻഡ് കോമ്പിനേഷൻ, ബൈനോമിയൽ തിയറം, ഈ 2 ചാപ്റ്ററിന്റെയും വെയിറ്റേജ് 4 ക്വസ്റ്റ്യൻ ആണ്. 4 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിൽ ചോദിക്കുന്നത്. ഫൈനലി മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ്. ഇതാണ് ഓൾജിബ്ര എന്ന് പറയുന്ന ഫസ്റ്റ് മൊഡ്യൂളിലെ ലാസ്റ്റ് പോർഷൻ. മെട്രിസസ് ആൻഡ് ഡിറ്റർമിനൻസ് +2 പഠിച്ച മെട്രിക്സ്, ഡിറ്റർമിനൻസ് കംപ്ലീറ്റ് പഠിക്കുക. എക്സ്ട്രാ പോർഷൻസ് ഒന്നുമില്ല, പുതിയ പോർഷൻസ് ഒന്നുമില്ല. ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ മാത്രം പോരാ, കൂടുതൽ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യുക. 5 ക്വസ്റ്റ്യൻ ആണ് വെയിറ്റേജ്. വലിയ 2 ചാപ്റ്റർ ആണ് എന്ന് പറഞ്ഞ് വെയിറ്റേജ് കൂടുതലില്ല. 5 ക്വസ്റ്റ്യൻ ആണ് ഈ ചാപ്റ്ററിന്റെ വെയിറ്റേജ്. ഫസ്റ്റ് ഇയറിൽ ഒരു ചെറിയ ചാപ്റ്റർ ഉണ്ട്, ലീനിയർ ഇനിക്വാളിറ്റി. അതിൽ നിന്ന് 2 ക്വസ്റ്റ്യൻ ചോദിക്കും. അങ്ങനെ യൂണിറ്റ് 1 ഓൾജിബ്രയിൽ നിന്ന് നമുക്ക് ഏകദേശം 25 ക്വസ്റ്റ്യൻ വരെ, മാക്സിമം ആണ് 20 to 25 ക്വസ്റ്റ്യൻസ് ചോദിക്കും. 20 മുതൽ 25 ക്വസ്റ്റ്യൻ വരെ ഓൾജിബ്ര എന്ന വിഭാഗത്തിൽ നിന്ന് യൂണിറ്റ് 1 നിന്നാണ് ചോദിക്കുന്നത്. ചാപ്റ്റേഴ്സ് ഞാൻ സൂചിപ്പിച്ചു. സെറ്റ്, റിലേഷൻ ഫംഗ്ഷൻ, കോംപ്ലക്സ് നമ്പർ, സീക്വൻസ് ആൻഡ് സീരീസ്, പെർമ്യൂട്ടേഷൻ, ബൈനോമിയൽ തിയറം, മെട്രിക്സ്, ഡിറ്റർമിനൻസ്, ലീനിയർ ഇനിക്വാളിറ്റി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റ്. നെക്സ്റ്റ് യൂണിറ്റ് നമ്പർ 2 ട്രിഗണോമെട്രി. ട്രിഗണോമെട്രി എന്ന് പറയുന്ന യൂണിറ്റിനകത്ത് +1 ട്രിഗണോമെട്രി, +2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിയും ക്ലബ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട്, ഉൾപ്പെടുത്തിയിട്ടുണ്ട്. 10 ക്വസ്റ്റ്യൻ ആണ് വെയിറ്റേജ്. കുറച്ച് ടഫ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ പ്രതീക്ഷിക്കാം, എന്നാൽ ഇടയ്ക്കിടയ്ക്ക് ഈസി ക്വസ്റ്റ്യൻസ് കാണും. 10 ക്വസ്റ്റ്യൻസ്. ഇവിടെയും ശ്രദ്ധിക്കുക, +1 ട്രിഗണോമെട്രി ഫുള്ള് ടെക്സ്റ്റ് ബുക്കിലുള്ളത് വേണം. +2 ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിൽ പുതിയ ടെക്സ്റ്റ് ബുക്കിലുള്ളത് മാത്രം പഠിച്ചാൽ പോരാ. പ്രോപ്പർട്ടീസ് ഓഫ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻ കംപ്ലീറ്റ് പഠിക്കണം. sin inverse x plus cos inverse x equal to pi/2, tan inverse x plus cot inverse x equal to pi/2. ഈ ഐഡന്റിറ്റി നിങ്ങൾക്ക് പഠിക്കാനില്ലായിരുന്നു, അത് പഠിക്കണം. അത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. tan inverse x plus tan inverse y equal to ഒരു ഫോർമുല ഉണ്ട്, tan inverse x plus y by 1 - x. പഴയ കാലങ്ങളിൽ വെരി ഇമ്പോർട്ടൻ്റ് ആയിരുന്നു, അതും സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഈ പുതിയ പോർഷൻസ് എല്ലാം ഉൾപ്പെടുത്തി കീം എൻട്രൻസ് എക്സാമിനേഷൻ തയ്യാറെടുക്കുന്ന കുട്ടികൾക്ക് വേണ്ടി ഒരു പുതിയ പ്ലേലിസ്റ്റ് ഞാൻ തയ്യാറാക്കിയിട്ടുണ്ട്. ആ പ്ലേലിസ്റ്റ് കണ്ടു പഠിക്കുക. ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഈ യൂണിറ്റ് 2 എന്ന് പറയുന്നത് ട്രിഗണോമെട്രി മാത്രമാണ്. മൊത്തം 10 ക്വസ്റ്റ്യൻസ് ആണ് ആ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കുന്നത്. ട്രിഗണോമെട്രി പ്ലസ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി. നെക്സ്റ്റ് യൂണിറ്റ് 3 ജോമെട്രി. ഇതിനകത്ത് സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻ, വെക്റ്റർ, 3D തുടങ്ങിയ ചാപ്റ്റർ, സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി, ഇത്രയേ ഉള്ളൂ. ഏതൊക്കെയാണ്? സ്ട്രെയിറ്റ് ലൈൻ, കോണിക് സെക്ഷൻ, വെക്റ്റർ, 3D. ഇത്രയും പോർഷൻസ് ആണ് ജോമെട്രി എന്ന് പറയുന്ന യൂണിറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സ്ട്രെയിറ്റ് ലൈൻസ് ഫസ്റ്റ് ഇയറിൽ പഠിച്ച ചാപ്റ്റർ കംപ്ലീറ്റ് പോർഷൻ പുതിയ ടെക്സ്റ്റ് ബുക്കുള്ളതുണ്ട്, പ്ലസ് എക്സ്ട്രാ 2 പോർഷൻ ഉണ്ട്. സ്ട്രെയിറ്റ് ലൈനിന്റെ വേരിയസ് ഫോംസ് പഠിപ്പിച്ചപ്പോൾ പോയിന്റ് സ്ലോപ്പ് ഫോം, ഇന്റർസെപ്റ്റ് ഫോം, സ്ലോപ്പ് ഇന്റർസെപ്റ്റ് ഫോം ഒക്കെ പഠിച്ചു. അതിൽ ഒരു സംഗതി നോർമൽ ഫോം നിങ്ങൾക്ക് പഠിക്കാനില്ലായിരുന്നു. x cos omega plus y sin omega equal to p. അത് സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇന്റർസെക്ഷൻ ഓഫ് 2 ലൈൻസിന്റെ ഇക്വേഷൻ എങ്ങനെ കണ്ടെത്താം, അതും നമ്മുടെ സിലബസിൽ ഇല്ലായിരുന്നു. ഈ 2 പോർഷനും സ്ട്രെയിറ്റ് ലൈനിൽ കീം എൻട്രൻസ് എക്സാമിനേഷൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് പഠിക്കുക. ആ ചാപ്റ്ററിന്റെ വെയിറ്റേജ് 3 ക്വസ്റ്റ്യൻസ് ആണ്. 3 ക്വസ്റ്റ്യൻ ചോദിക്കും. നെക്സ്റ്റ് കോണിക് സെക്ഷൻ. കോംപ്ലക്സ് നമ്പർ പോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള മറ്റൊരു ചാപ്റ്റർ ആണ് കോണിക് സെക്ഷൻ. കംപ്ലീറ്റ് പഠിക്കുക. +1 ടെക്സ്റ്റ് ബുക്കിലെ കംപ്ലീറ്റ് സിലബസ് പഠിക്കുക. 6 ക്വസ്റ്റ്യൻ, 6 ക്വസ്റ്റ്യൻസ് വരെ അതിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നെക്സ്റ്റ് വെക്റ്റർ. വളരെ സിമ്പിൾ ആണ്. 3 ക്വസ്റ്റ്യൻ, ചിലപ്പോൾ മാക്സിമം 5. 3 ക്വസ്റ്റ്യൻസ് ആണ് 2024 ചോദിച്ചത്. 3 ക്വസ്റ്റ്യൻസ് ആണ് അതിനകത്ത് പഠിക്കേണ്ടത്. +2 സിലബസിലുള്ള പോർഷൻ മാത്രം പഠിച്ചാൽ മതി. 3 ഡയമെൻഷണൽ ജോമെട്രി 3 ക്വസ്റ്റ്യൻസ് ആണ്. അതായത് 2 ചാപ്റ്ററും കൂടെ 6 ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ രീതിയിൽ ചോദിക്കുന്നത്. 3 ഡയമെൻഷണൽ ജോമെട്രി വളരെ ചെറിയ ചാപ്റ്റർ ആണ്, എന്നാൽ 1-2 കാര്യങ്ങൾ നിങ്ങൾ പഠിക്കാത്തത് ഇവിടെ പഠിക്കണം. ഇക്വേഷൻ ഓഫ് എ ലൈൻ പാസിംഗ് ത്രൂ എ പോയിന്റ് ആൻഡ് എ പാരലൽ വെക്ടർ ഈസ് ഗിവൺ. അതാണ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നത്. 2 പോയിന്റ് ഫോം. 3 ഡയമെൻഷണൽ ജോമെട്രിയിൽ സ്ട്രെയിറ്റ് ലൈനിന്റെ ഇക്വേഷൻ കാണാൻ 2 പോയിന്റ് ഫോം പഠിക്കണം.
കോപ്ലാനാർ ആൻഡ് സ്ക്യൂ ലൈൻസ്, അതുമായി ബന്ധപ്പെട്ട ഒരു പോർഷൻ കൂടെ നമ്മുടെ സിലബസിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതായത് ജോമെട്രി എന്ന് പറയുന്ന ഈ യൂണിറ്റിൽ നിന്ന് 20 ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. സ്ട്രൈറ്റ് ലൈൻ, കോണിക് സെക്ഷൻ, വെക്റ്റർ, 3D. നിങ്ങൾക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ട കുറച്ച് ചാപ്റ്റേഴ്സ് ആണ്. 20 ക്വസ്റ്റ്യൻ വരെ സ്കോർ ചെയ്യാൻ സാധിക്കും. അടുത്ത വളരെ ചെറിയ ഒരു യൂണിറ്റ് ആണ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോബബിലിറ്റി. പുതുതായിട്ടൊന്നും പഠിക്കാനില്ല. ഫസ്റ്റ് ഇയറിലെ സ്റ്റാറ്റിസ്റ്റിക്സ് എന്നും പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററും സെക്കൻഡ് ഇയറിലെ പ്രോബബിലിറ്റി എന്ന ചാപ്റ്ററിൽ ബേസ് തിയറം വരെ, അതിനുശേഷമുള്ള പോർഷൻ ഒന്നും വേണ്ട, ജസ്റ്റ് ബേസ് തിയറം വരെ പഠിക്കുക. 4 ക്വസ്റ്റ്യൻ ആണ് വെയിറ്റ് ചെയ്യുന്നത്. ചിലപ്പോൾ 5 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാൻ സാധ്യതയുണ്ട് സ്റ്റാറ്റിസ്റ്റിക്സ്. ഫൈനലി യൂണിറ്റ് നമ്പർ 5 കാൽക്കുലസ്, 25 ക്വസ്റ്റ്യൻ. ഡിഫറൻസിയേഷൻ, കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി ആ ചാപ്റ്റർ, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്, ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ. +2 ഈ 5 ചാപ്റ്ററും +1 ലിമിറ്റ്സ് ആൻഡ് ഡെറിവേറ്റീവ് അതുകൂടെ ഉൾപ്പെടുത്തിക്കൊണ്ട് നമുക്ക് 25 ക്വസ്റ്റ്യൻ, 75 ക്വസ്റ്റ്യനിൽ 1/3 അല്ലെ 25 ക്വസ്റ്റ്യൻസ് ഈ ഒരു വലിയ വിഭാഗത്തിൽ നിന്നാണ്, മേഖലയിൽ നിന്നാണ്, ഏരിയയിൽ നിന്നാണ് ചോദിക്കുന്നത്. കാൽക്കുലസ് തീർച്ചയായും അതിൽ തന്നെ വേണമെങ്കിൽ ഡെറിവേറ്റീവ്സ് ആൻഡ് കണ്ടിന്യൂറ്റി അതുമായി ബന്ധപ്പെട്ട് ലിമിറ്റ്, കണ്ടിന്യൂറ്റി, ഡെറിവേറ്റീവ് ഇതിൽ നിന്ന് ഏകദേശം 12 മുതൽ 15 ക്വസ്റ്റ്യൻ വരെ ചോദിക്കും. ഇന്റഗ്രൽസ്, ഏരിയ, അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഇതിൽ നിന്നും 12 to 15 ക്വസ്റ്റ്യൻസ് വരെ ചോദിക്കാൻ സാധ്യതയുണ്ട്. നമ്മുടെ സിലബസിലുള്ള കംപ്ലീറ്റ് പോർഷൻ പഠിച്ചാൽ മതി. ആപ്ലിക്കേഷൻ ഡെറിവേറ്റീവ്, റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ്, ഇൻക്രീസിംഗ് ആൻഡ് ഡിക്രീസിംഗ് ഫംഗ്ഷൻ, മാക്സിമം ആൻഡ് മിനിമം, വേറെ ഒന്നും പഠിക്കേണ്ട ആവശ്യമില്ല. ഡിഫറൻസിയേഷൻ കംപ്ലീറ്റ് പോർഷനും പഠിക്കണം. ഇന്റഗ്രൽസ് പഠിക്കുമ്പോൾ നമ്മുടെ സിലബസിലുള്ളത് ടെക്സ്റ്റിലുള്ളത് പഠിച്ചാൽ മതി. പക്ഷേ ഏരിയ പഠിക്കുമ്പോൾ കുറച്ച് കാര്യങ്ങൾ കൂടുതൽ പഠിക്കേണ്ടി വരും. ഏരിയ അണ്ടർ സിമ്പിൾ കർവ് ഇത് മാത്രമേ നമുക്ക് +2 പഠിക്കാനുണ്ടായിരുന്നുള്ളൂ. ഏരിയ ബിറ്റ്വീൻ 2 കർവ്സ്, ഏരിയ ബിറ്റ്വീൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് എലിപ്സ്, ഏരിയ ബിറ്റ്വീൻ എ സ്ട്രെയിറ്റ് ലൈൻ ആൻഡ് സർക്കിൾ ഇതെല്ലാം പഠിക്കണം. അതായത് പഴയ ടെക്സ്റ്റ് ബുക്കിലെ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ് എന്ന ചാപ്റ്റർ ഫുൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതിന്റെ ഫുൾ ക്ലാസ് നമ്മൾ ചെയ്തിട്ടുണ്ട്. ലേറ്റസ്റ്റ് സിലബസിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. സോ ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ ഏരിയ കാണുന്ന ക്വസ്റ്റ്യൻസ്, കൂടുതൽ ക്വസ്റ്റ്യൻസ് പഠിക്കേണ്ടതുണ്ട്. അതുപോലെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ചെയ്യുമ്പോൾ ഡിഫറൻഷ്യൽ ഇക്വേഷനിൽ നമ്മുടെ 3 മെത്തേഡ് മാത്രമേ ഉള്ളൂ. ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ, അതുപോലെ ഹോമോജീനിയസ്, വേരിയബിൾ സെപ്പറബിൾ, അത്രയും മാത്രം പഠിച്ചാൽ മതി, വേറെ ഒന്നും തന്നെ ഇല്ല. ലീനിയർ ഇനിക്വാളിറ്റീസ് എന്ന ചാപ്റ്ററിൽ ടെക്സ്റ്റിൽ ഇല്ലാത്ത ഒരു ചെറിയ സംഗതി കൂടെ നിങ്ങൾ പഠിക്കേണ്ടതുണ്ട്. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റി വിത്ത് 1 വേരിയബിൾ. അതായത് ഒരൊറ്റ വേരിയബിൾ കാണും, പക്ഷെ ഒന്നിൽ കൂടുതൽ ഇനിക്വാളിറ്റീസ് കാണും. നമ്മൾ 1 വേരിയബിൾ വിത്ത് 1 ഇനിക്വാളിറ്റി എങ്ങനെ സോൾവ് ചെയ്യാമെന്നാണ് പ്രധാനമായിട്ടും പഠിച്ചത്. പക്ഷേ ഇവിടെ നമ്മൾ കുറച്ച് കൂടുതൽ പഠിക്കേണ്ടതുണ്ട്. സൊല്യൂഷൻ ഓഫ് സിസ്റ്റം ഓഫ് ലീനിയർ ഇനിക്വാളിറ്റീസ് വിത്ത് 1 വേരിയബിൾ അത് ഉപയോഗിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് കൂടുതലും ചോദിക്കാറ്. പ്രത്യേകിച്ച് mod x < 1 ആണെങ്കിൽ ആ ഡെഫിനിഷൻ യൂസ് ചെയ്ത് -1 < x < 1 ഇങ്ങനത്തെ ഒരു റിസൾട്ട് ഉപയോഗിച്ചുള്ള ക്വസ്റ്റ്യൻസിനൊക്കെ സാധ്യത കൂടുതലാണ്. അത്തരം ക്വസ്റ്റ്യൻസ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലില്ല. സോ ഇതാണ് നമ്മുടെ സിലബസുമായി ബന്ധപ്പെട്ട് അറിഞ്ഞിരിക്കേണ്ടത്. തീർച്ചയായും വെയിറ്റേജ് കൂടിയത് നിങ്ങൾക്കറിയാം, പക്ഷേ ടഫാണ്. ട്രിഗണോമെട്രി 10 ക്വസ്റ്റ്യൻസ് ഉണ്ട്, അതുപോലെ കാൽക്കുലസ് 25 ക്വസ്റ്റ്യൻസ് ഉണ്ട്. എന്നാൽ ഇടയിൽ 2 ചാപ്റ്റർ കോംപ്ലക്സ് നമ്പർ 6 ക്വസ്റ്റ്യൻ വരെ ചോദിക്കാം. അതുപോലെ കോണിക് സെക്ഷൻ 6 ക്വസ്റ്റ്യൻസ് ചോദിക്കാം. വളരെ ഈസി ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റുന്ന 2 ചാപ്റ്റർ. അങ്ങനെ വെയിറ്റേജ് കൂടി ഈസി ആയിട്ട് നമുക്ക് പഠിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റേഴ്സ് ആദ്യം പഠിക്കുക. ഈ പുതിയ സിലബസിനെ ബേസ് ചെയ്ത് കീം എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള പ്ലേലിസ്റ്റിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സ് നൽകിയിട്ടുണ്ട്. ഫസ്റ്റ് ഇയർ സിലബസ് സെപ്പറേറ്റ്, സെക്കൻഡ് ഇയർ സിലബസ് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ കീം എൻട്രൻസ് എക്സാമിനേഷൻ മുൻകാലങ്ങളിൽ ചോദിച്ച ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തി നമ്മുടെ NCERT ടെക്സ്റ്റ് ബുക്ക് ഇല്ലാത്ത കുറച്ച് പ്രോബ്ലംസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അതൊരു പ്രത്യേക പ്ലേലിസ്റ്റാണ്. അതിന്റെ ലിങ്കും ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. കീം എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് കുട്ടികളെ സഹായിക്കുന്നതിന് വേണ്ടി ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമ്മൾ ഫോം ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് അത് ജോയിൻ ചെയ്യാം, ഫ്രീ ആണ്. നിങ്ങൾക്ക് ആവശ്യമുള്ള ക്ലാസ്സുകളും PDF നോട്ട്സും എല്ലാം ആ ഗ്രൂപ്പിൽ നൽകുന്നതാണ്. സോ എൻട്രൻസ് എക്സാമിനേഷനുമായി ബന്ധപ്പെട്ട് തുടർന്നും വ്യത്യസ്തമായ ഒത്തിരി മാത്തമാറ്റിക്സ് ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ കൂടി നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ്. ഇനി നെക്സ്റ്റ് കുസാറ്റ് എൻട്രൻസ് എക്സാമിനേഷൻ ഇതേ സിലബസ് തന്നെയാണ്, നമ്മുടെ നിലവാരം തന്നെയാണ്. കീം എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കുന്ന ക്വസ്റ്റ്യൻ്റെ ഒരു നിലവാരം തന്നെയാണ് കുസാറ്റിൻ്റെ എൻട്രൻസ് എക്സാമിനേഷൻ ചോദിക്കുന്നത്. അതുപോലെ CUET കോമൺ യൂണിവേഴ്സിറ്റി എൻട്രൻസ് എക്സാം, സെൻട്രൽ യൂണിവേഴ്സിറ്റികളിൽ അഡ്മിഷൻ നേടാൻ പ്രത്യേകിച്ച് സയൻസ് വിഷയങ്ങൾ പഠിക്കണമെങ്കിൽ മാത്തമാറ്റിക്സിന്റെ ഒരു പേപ്പർ കൂടെ നിങ്ങൾ എഴുതേണ്ടതുണ്ട്. അതും ഒബ്ജക്റ്റീവ് ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. ഇതേപോലെ കമ്പ്യൂട്ടർ ബേസ്ഡ് ഒരു ടെസ്റ്റ് ആണ്. അവിടെയും നിങ്ങൾക്ക് ഈ സിലബസ് തന്നെയാണ്. ചുരുക്കി പറഞ്ഞാൽ ഒരിക്കൽ പഠിച്ചാൽ 3 അല്ല അതിൽ കൂടുതൽ എൻട്രൻസ് എക്സാമിനേഷൻ നിങ്ങൾക്ക് സഹായകരമാകും. കുസാറ്റിന്റെ എൻട്രൻസ് എക്സാം ആയാലും, CUETയുടെ എൻട്രൻസ് എക്സാം ആയാലും, നമ്മുടെ കീം എൻട്രൻസ് എക്സാം ആയാലും, അമൃതയുടെ എൻട്രൻസ് എക്സാം ആയാലും, വേറെ ഏത് എൻട്രൻസ് എക്സാം ആയാലും ഇതൊക്കെ ഉപകാരപ്പെടും. JEE പോലെയുള്ള
എൻട്രൻസ് എക്സാമിനേഷനിൽ കുറച്ചുകൂടെ കഠിനമായ ഉയർന്ന നിലവാരത്തിലുള്ള ക്വസ്റ്റ്യൻസ് ആണ് ചോദിക്കുന്നത്. അതിൽ കൂടുതൽ പ്രിപ്പറേഷൻസും കൂടുതൽ സ്റ്റഡി മെറ്റീരിയൽസ് ഒക്കെ ഉപയോഗിച്ച് പഠിക്കേണ്ടി വരും. NDAക്കും നമുക്ക് ഈ ഒരു നിലവാരമൊന്നുമില്ല, കുറച്ചുകൂടെ ടഫായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കും. ഞാനിപ്പോൾ നമ്മുടെ സാധാരണ +2 കഴിഞ്ഞിട്ടുള്ള അടുത്ത് BTechന് പോകാൻ ആവശ്യമായ എഞ്ചിനീയറിംഗ് കോഴ്സുകൾ അഡ്മിഷൻ നേടാൻ ആവശ്യമായ എൻട്രൻസ് എക്സാമിനേഷന് വേണ്ടിയുള്ള ഒരു കോമൺ സിലബസ് ആണ് പരിചയപ്പെടുത്തിയത്. പ്രത്യേകിച്ച് കീം എക്സാമിനേഷനെ ബേസ് ചെയ്തിട്ടുള്ള സിലബസ് ആണ് പരിചയപ്പെടുത്തിയത്. അടുത്ത ഒരു 25 ഡേയ്സിൽ നിങ്ങൾക്ക് ഇത് പഠിക്കാവുന്നതാണ്. ഏപ്രിൽ 24 മുതൽ 28 വരെയാണ് നമ്മുടെ കീം എൻട്രൻസ് എക്സാമിനേഷൻ. എന്നാൽ കുസാറ്റിന്റെ എൻട്രൻസ് എക്സാമിനേഷൻ മെയ് മാസം 10, 11, 12 ദിവസങ്ങളിലാണ് നടക്കുന്നത്. സമയമുണ്ട്. ഏകദേശം മെയ് 8 തീയതി മുതൽ ഈ പറഞ്ഞ ജൂൺ 1 തീയതിക്കുള്ളിലായിരിക്കും CUETയുടെ എൻട്രൻസ് എക്സാമിനേഷൻ. എക്സാക്ട് ഡേറ്റ് വന്നിട്ടില്ല. സോ ഇതൊക്കെ ഏകദേശം അടുത്തടുത്ത് വരുന്ന എൻട്രൻസ് എക്സാം ആണ്. ആദ്യത്തെ എൻട്രൻസ് എക്സാം കീം എൻട്രൻസ് എക്സാം ആണ്. അത് ഭംഗിയായി പഠിച്ച് കേരളത്തിലെ ഏറ്റവും മികച്ച എഞ്ചിനീയറിംഗ് കോളേജിൽ നിങ്ങൾക്ക് അഡ്മിഷൻ നേടാൻ സാധിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. തുടർന്നുള്ള ദിവസങ്ങളിൽ വ്യത്യസ്തമായ ക്ലാസ്സുകളുമായി വീണ്ടും കാണാം. വെയിറ്റ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ്. ടിൽ ദെൻ, ബൈ ബൈ.